എപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഒരു കിടിലൻ ഐഡിയ വന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ. സംരംഭകത്വം എന്ന് പറയുന്നത് അതുപോലെയുള്ള ഐഡിയകളെ പിടിച്ച് യാഥാർത്ഥ്യമാക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ആ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മുടെ ഈ യാത്ര 4 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഒരു സംരംഭകന്റെ ഉള്ളിലെ ആ തീപ്പൊരിയെന്ന് നമ്മൾ കണ്ടെത്തും. അത് കഴിഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രത്യേക ചിന്താരീതിയെക്കുറിച്ച് പഠിക്കും. പിന്നെ ഒരു ഐഡിയ എങ്ങനെ ഒരു വലിയ സാമ്രാജ്യമായി മാറുന്നു എന്നതിൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ കാണും. അവസാനം ഈ സംരംഭങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മുടെ ലോകത്തെ മാറ്റുന്നതെന്നും മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആരാണ് ഈ സംരംഭകൻ? വെറുമൊരു ബിസിനസ്സുകാരൻ എന്ന് പറയാൻ പറ്റുമോ? അതോ അതിൽ കൂടുതലായി എന്തെങ്കിലുമുണ്ടോ? നമുക്ക് നോക്കാം. ആ ഒരു ചെറിയ തോന്നല്, ആ ഒരു വാട്ട് ഇഫ് എന്ന ചോദ്യം, അവിടെ നിന്നാണ് ശരിക്കും ലോകത്തെ മാറ്റിമറിച്ച പല സംഭവങ്ങളുടെയും തുടക്കം. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലും അതുപോലൊരു സംരംഭകൻ ഒളിഞ്ഞിരിപ്പുണ്ടാകാം, അല്ലേ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു സംരംഭകന്റെ ഉള്ളിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1, മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ കാണാനുള്ളൊരു കണ്ണ്. 2, പരാജയപ്പെട്ടേക്കാമെന്നറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനുള്ളൊരു ധൈര്യം, അതായത് റിസ്ക് എടുക്കാനുള്ള കഴിവ്. 3, ലോകത്തിന് പുതിയതായി എന്തെങ്കിലുമൊന്ന് കൊടുക്കാനുള്ള കഴിവ്, അതായത് വാല്യൂ ക്രിയേഷൻ. ഈ 3 കൂടെ ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ സംരംഭകനുണ്ടാവുന്നത്. നമ്മുടെ മുന്നിൽ 2 വഴിയുണ്ടെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 1, നല്ല ടാറിട്ടൊരു ഹൈവേ, എങ്ങോട്ടു പോകുന്നു, എവിടെ എത്തുമെന്നൊക്കെ നല്ല ക്ലിയറാണ്. അതാണ് ഒരു സാധാരണ ജോലി. എന്നാൽ രണ്ടാമത്തെ വഴി കാടും മലയുമൊക്കെയുള്ള, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ലാത്തൊരു വഴിയാണ്. ഓരോ സ്റ്റെപ്പിലും അപകടമുണ്ടാകാം. പക്ഷേ ആ മലയുടെ മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ച, അത് വേറെ ലെവലാണ്. അതാണ് ഒരു സംരംഭകന്റെ പാത. സുരക്ഷിതത്വമോ അതോ സംതൃപ്തിയോ, ചോയ്സ് അവരവരുടേതാണ്. അപ്പോ ഒരവസരം കിട്ടിയാൽ മാത്രം മതിയോ സംരംഭകനാകാൻ? പോരാ. അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകതരം മൈൻഡ് സെറ്റുണ്ട്. എന്താണത്? നമുക്ക് നോക്കാം. ഒരു സക്സസ്ഫുൾ സംരംഭകന്റെ ഉള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഈ 5 പവർഫുൾ കാര്യങ്ങൾ കാണാം. എപ്പോഴും പുതിയത് ചിന്തിക്കാനുള്ള ഇന്നൊവേഷൻ, ഒരു ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ്, എന്തുവന്നാലും നോക്കാമെന്ന മനോഭാവത്തോടെ റിസ്ക് എടുക്കാനുള്ള കഴിവ്, എത്ര തവണ വീണാലും എഴുന്നേറ്റ് നിൽക്കാനുള്ള സ്ഥിരോത്സാഹം, പിന്നെ ഏറ്റവും പ്രധാനമായി കറക്റ്റ് സമയത്ത് കറക്റ്റ് തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പോലും യാത്ര അത്ര എളുപ്പമാകില്ല. നമ്മുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന ആ നോക്കിയ ഫോൺ ഓർമ്മയില്ലേ? എത്ര തവണ നിലത്ത് വീണാലും ഒരു കുഴപ്പമില്ലാത്ത ഫോൺ. പക്ഷേ ലോകമവിടെ സ്റ്റക്കായി നിന്നില്ല. കാരണം ആരൊരാളെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൂടാ? ആ ഒരൊറ്റ ചിന്തയാണ് നമ്മളെ ഇന്നീ കാണുന്ന സ്മാർട്ട് ഫോൺ ലോകത്തേക്ക് എത്തിച്ചത്. അതാണ് ഇന്നൊവേഷന്റെ പവർ. ശരിക്കും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തമ്മിലുള്ളൊരു കളിയാണിത്. ഒരു 9 to 5 ജോലിയിൽ നിങ്ങളൊരു വലിയ മെഷീനിലെ ഒരു സ്ക്രൂ ആണ്. പക്ഷേ ഒരു സംരംഭകനാവുമ്പോൾ നിങ്ങളാണ് ആ മെഷീൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം, എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. അതാണ് ഫ്രീഡം. പക്ഷേ ബിസിനസ് വിജയിച്ചാലും പൊട്ടിയാലും അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, അല്ലേ? പക്ഷേ ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ? തീർച്ചയായും. വെറും 19 വയസ്സുള്ളൊരു പയ്യൻ ഒരു സിമ്പിൾ പ്രോബ്ലം കണ്ടുപിടിച്ച് അതിൽ നിന്ന് ആയിരക്കണക്കിന് കോടിയുടെ ഒരു ബിസിനസ് ഉണ്ടാക്കിയ കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മളൊക്കെ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ പലപ്പോഴും പരാതി പറയൂ, അല്ലേ? ഇവിടെ വൃത്തിയില്ല, അവിടെ സൗകര്യമില്ല എന്നൊക്കെ. നമ്മൾ പരാതി പറഞ്ഞ് നിർത്തുന്നിടത്ത് റിതേഷ് അഗ്രവാൾ ഒരു ബിസിനസ് അവസരം കണ്ടു. എന്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ബഡ്ജറ്റ് ഹോട്ടലുകൾക്കും ഒരേ നിലവാരം കൊണ്ടുവന്നുകൂടാ? ആ ചോദ്യത്തിൽ നിന്നാണ് ഓയോ എന്ന വലിയ ആശയമുണ്ടാകുന്നത്. ഇതൊരു സാധാരണ വളർച്ചയല്ല. ഒന്ന് ശ്രദ്ധിക്കണം. 2013 ഒരു ഐഡിയ, 6 വർഷം കൊണ്ട് 2019 $10 ബില്യൺ. അതായത് ഏകദേശം 75,000 കോടി രൂപയുടെ ഒരു കമ്പനി. ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഇതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, നിങ്ങളുടെ ഐഡിയ പവർഫുൾ ആണെങ്കിൽ, നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിലും പവർഫുൾ ആണെങ്കിൽ വളർച്ചയ്ക്കൊരു ലിമിറ്റുമില്ല. അപ്പോൾ എന്തായിരുന്നു ഓയോയുടെ ആ ഒരു മാജിക്? അത് 5 സ്റ്റെപ്പുകളാണ്. ആദ്യം പ്രശ്നമുള്ള ഹോട്ടലുകളെ കണ്ടുപിടിക്കുന്നു. അവരുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നു. ആ ഹോട്ടലുകളെ അടിമുടി മാറ്റുന്നു. എല്ലാത്തിനും ഓയോ എന്നൊരു പേര് കൊടുക്കുന്നു. അവസാനം കസ്റ്റമർക്ക് വിശ്വസിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ഓപ്ഷൻ കൊടുക്കുന്നു. ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, നിലവിലുള്ളൊരു സിസ്റ്റത്തെ അടിപൊളിയാക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ ഏറ്റവും വലിയ ഇന്നൊവേഷൻ അതാണ്. ഈ വാക്കുകൾ ശരിക്കും ഏതൊരു സംരംഭകനും മനസ്സിൽ വെക്കേണ്ട ഒന്നാണ്. വെറുതെ പണമുണ്ടാക്കുക എന്നതിലുപരി ഒരു യഥാർത്ഥ പ്രശ്നത്തിന് ഒരു പരിഹാരം കൊടുക്കുമ്പോഴാണ് ഒരു ബിസിനസ് ശരിക്കും വലുതാകുന്നത്. ഒരു സംരംഭകൻ ഒരു കല്ലെടുത്ത് ബിസിനസ് എന്ന കുളത്തിലേക്കിടുമ്പോൾ അതിന്റെ ഓളങ്ങൾ ആ കമ്പനിയിൽ മാത്രം ഒതുങ്ങില്ല,
അത് സമൂഹം മുഴുവൻ പടരും. അതെങ്ങനെയാണെന്ന് നോക്കാം. 100 മില്യൺ, അതായത് 10 കോടി. എന്താണിത്? ഓരോ വർഷവും ഈ ലോകത്ത് തുടങ്ങുന്ന പുതിയ ബിസിനസ്സുകളുടെ എണ്ണമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളീ സംസാരിക്കുന്ന ഓരോ സെക്കൻഡിലും ലോകത്തെവിടെയൊക്കെയോ 3 പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതൊരു വെറും നമ്പരല്ല, ലോകം മുഴുവൻ മാറ്റം ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ ഒരു അടയാളമാണ്. സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിയുടെ ഒരു പവർ ഹൗസാണ്. എങ്ങനെയെന്നല്ലേ? അത് ഒരുപാട് പുതിയ ജോലികൾ ഉണ്ടാക്കുന്നു, മാർക്കറ്റിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ടാണ് സംരംഭകരെ ഒരു രാജ്യത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ വെറുമൊരു ഓഫീസ് കെട്ടിടമല്ല. അവിടെ ജോലി ചെയ്യുന്ന 100 കണക്കിന് ആളുകളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവർ സാധനങ്ങൾ വാങ്ങുന്ന കടകൾ, അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ. അങ്ങനൊരു സംരംഭം ഒരു നാടിൻ്റെ തന്നെ വളർച്ചയുടെ ഭാഗമായി മാറുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ പവർ. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ആശയങ്ങൾ എങ്ങനെ സാമ്രാജ്യങ്ങളാകുന്നു എന്ന് കണ്ടു. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നില്ലേ? അതിൽ ഏതു പ്രശ്നത്തിനാണ് നിങ്ങളൊരു പരിഹാരം കണ്ടെത്താൻ പോകുന്നത്? ചിലപ്പോൾ ലോകം കാത്തിരിക്കുന്ന അടുത്ത വലിയ ഐഡിയ നിങ്ങളുടെ തലയിലായിരിക്കാം. ഏതു പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്?